ഹായ്, നമ്മൾ കാറിലെല്ലാം ഉപയോഗിക്കുന്ന ഫാസ്റ്റ് ടാഗ്, എസ്പെഷ്യലി ടോൾ ഗേറ്റ്സിലെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഫാസ്റ്റ് ടാഗ്സ് ഇനി നോ ലോങ്ങർ റിക്വയർഡ്. കാരണം എന്താ വെച്ചാൽ ഈ ഫാസ്റ്റ് ടാഗ്സ് വരാനുള്ള കാരണം എന്തായിരുന്നു? നമ്മൾ ട്രാഫിക് കൺജക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയുണ്ട്. ഇൻഫാക്ട് ആ ഫാസ്റ്റ് ടാഗ് കൊണ്ട് ട്രാഫിക് കൺജക്ഷൻ കുറഞ്ഞോ? ഇല്ല. ടു സം എക്സ്റ്റെൻറ്റ് കുറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇതിനൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് OBU പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് പ്രോഗ്രാം വരുന്നത്. ദാറ്റ് കോൾ ഓൺ ബോർഡിംഗ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു GPS പ്ലാറ്റ്ഫോമാണ്. നാളെ നിങ്ങൾ എക്സ്പ്രസ് ഹൈവേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾ എന്താണ് ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് അറ്റ് ദാറ്റ് ഈസ് ടോൾ ഗേറ്റ്സ്. അതൊരു കിടിലൻ ഇനീഷ്യേറ്റീവ് അല്ല. ഇതിൻ്റെ കൂളസ്റ്റ് ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടമായതെന്നറിയോ? മുമ്പ് നമുക്കറിയാം എക്സ്പ്രസ് ഹൈവേസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 100 കിലോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആളും 20 കിലോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന എല്ലാവരും ഫിക്സ് പ്രൈസ് കൊടുക്കും. ഇനി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ GPS എത്രയാണ് ഡിസ്റ്റൻസ് അതിനുള്ള പേയ്മെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ട്രാഫിക് കൺജഷൻ റെഡ്യൂസായി, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കുറഞ്ഞു, ലേബർ കോസ്റ്റ് വളരെ കുറവാണ്. ഓക്കെ, ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ആണ്. ഇൻഫാക്ട് ഇന്ത്യക്ക് ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എടുക്കാൻ ഈ ടെക്നോളജി ലോകത്തിൽ വേറെ എവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു കോൺസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി നോക്കി കഴിഞ്ഞാൽ ഇതുവരെ വലിയ കുഴപ്പമില്ല. പക്ഷേ അനലിസ്റ്റ് പറയുന്നത് ഇനി മുതൽ കുറച്ച് സ്ലഗ്ഗിഷ് ആവും. അപ്പോൾ ഈ ടൈമിൽ ഇത്രയും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എന്തായാലും അതൊരു ഇഷ്യൂ ആയിരിക്കും. സെക്കൻഡ്, എല്ലാവരും പറയേണ്ട പ്രൈവസി. ഗവൺമെൻറ് ടു മച്ച് ഡാറ്റ നമ്മളെപ്പറ്റി അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൈവസി ലോസിൻ്റെ ഇഷ്യൂസ് വരുന്ന. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. താങ്ക് യു. സ്റ്റേ ട്യൂൺ. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.